ദേശീയപാത 85-ൽ പഴയ മൂന്നാർ ടൗണിന് സമീപം രൂപം കൊണ്ട വലിയ കുഴികൾ അപകടക്കെണിയാകുന്നു. കോൺക്രീറ്റ് ഇളകി വലിയ കുഴികളാണ് റോഡിൽ രൂപം കൊണ്ടിട്ടുള്ളത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമായി. കുഴികൾ അടയ്ക്കാത്ത നടപടിക്കെതിരെ അടുത്ത ദിവസം ചില സംഘടനകളുടെ പ്രത്യക്ഷ സമരമുണ്ടാകുമെന്നാണ് വിവരം. ദേശീയപാത 85-ൽ പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ്വർക്സ് അണക്കെട്ടിനുമിടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകിപ്പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇരുചക്ര വാഹന യാത്രികർ ഈ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ്. കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഈ അപകടക്കെണിക്കൊപ്പം വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ള ഭാഗത്ത് ഗതാഗത കുരുക്കും രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് ഈ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ரோடு மட்டும் கவர்மெண்ட்டை நல்லா ரெடி பண்ணணும். கார் ஓட்டும் போது எங்களுக்கு ரொம்ப பிரச்சனையாக இருக்குது. ப்ளஸ் இங்கே டிராஃபிக்கும் அந்தளவுக்கு இருக்குது. ரோடு கண்டிஷன் நல்லா இல்லாதனால டிராஃபிக் அதிகமாக இருக்குது. பார்க்கிங் பிரச்சனையும் ரொம்ப அதிகமாக இருக்குது. ஒரு இடத்த விட்டு இன்னொரு இடம் போகும்போது லீவ் டைம் இருக்கிறனால அதிக கார் வரனால இன்னொரு இடம் போகிறதுக்கு ரொம்ப டைம் ஆகுது. அதனால் சில ஸ்பாட்டுக்கு நம்ம போய் சேர முடியல. இப்போ கவர்மெண்ட்டு இதுக்கு வந்து ரோடையும் நல்லா ரெடி பண்ணி கொடுக்கணும். இந்த பார்க்கிங் பிரச்சனைக்கும் ப்ளஸ் அந்த ரோഡിல் டிராஃபிக் ஆகிறதும் கொஞ்சம் குறைக்கணும். റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വന്ന് കുഴിയറിയാതെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പ്രദേശത്ത് റോഡ് തകർന്നിട്ടെന്നും എന്നാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചിട്ട് പോലും ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിനെതിരെ മുഖം തിരിക്കുന്നുവെന്നാണ് പരാതി. കുഴികൾ അടയ്ക്കാത്ത നടപടിക്കെതിരെ അടുത്ത ദിവസം ചില സംഘടനകളുടെ പ്രത്യക്ഷ സമരം ഉണ്ടാകുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, അടിമാലി.